കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം. ജൂലൈ മാസത്തിൽ ചൈനയിലെ ഹെനാൻ പ്രവിശ്യയിലുണ്ടായ ശക്തമായ പേമാരിയും വെള്ളപ്പൊക്കവും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വടക്കൻ ചൈനയിലെ ഷിജിയാജുവാങ് പ്രവിശ്യയിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി പെയ്തുകൊണ്ടിരിക്കുന്ന ശക്തമായ മഴയിൽ വെള്ളപ്പൊക്കവും ദുരന്തങ്ങളും ബാധിച്ചിരിക്കുന്നു. ഇന്ന് നിറഞ്ഞു കവിഞ്ഞ ഒരു നദിയിലേക്ക് ബസ് മറിയുകയും സംഭവത്തിൽ 3 പേർ മരിക്കുകയും 11 പേരെ കാണാതാവുകയും ചെയ്തിരിക്കുന്നു. ബീജിംഗിന് തെക്ക് പടിഞ്ഞാറായി 165 മൈൽ അകലെയുള്ള പ്രദേശമാണ് ഷിജിയാജുവാങ്. നഗരത്തിന് പുറത്ത് അടുത്തുള്ള പാലത്തിന് മുകളിലൂടെ ഒഴുകിക്കൊണ്ടിരുന്ന നദിയിൽ നിന്നാണ് ബസ് മുങ്ങിയത്. ബസ്സിലുണ്ടായിരുന്ന 51 പേരിൽ 37 പേരെ രക്ഷപ്പെടുത്തിയതായി ഹെബേ പ്രവിശ്യയിലെ അധികൃതർ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ അറിയിച്ചു. 3 പേർ മരിച്ചതായും 11 പേരെ കാണാതായതായും റിപ്പോർട്ട് ചെയ്തത് സംസ്ഥാന ബ്രോഡ്കാസ്റ്റർ CCTV ആണ്. അയൽ രാജ്യമായ ഷാങ്സി പ്രവിശ്യയിലും വെള്ളപ്പൊക്കം 1,20,000-ലധികം ആളുകളെ വീടുകളിൽ നിന്ന് ഒഴിഞ്ഞുപോകാൻ നിർബന്ധിതരാക്കി. 17,000 വീടുകൾ നശിക്കുകയും 100 കണക്കിന് ഖനികളുടെ പ്രവർത്തനം നിർത്തിവെക്കുകയും 1,90,000 ഹെക്ടർ കൃഷിഭൂമി നശിപ്പിക്കപ്പെടുകയും ചെയ്തു. സാധാരണ പ്രതിമാസ ശരാശരിയേക്കാൾ 4 ഇരട്ടിയിലെത്തിയ കനത്ത മഴ മൂലമുണ്ടായ വെള്ളപ്പൊക്കത്തിൽ ഷാങ്സിയിലെ ഏകദേശം 1.75 ദശലക്ഷം ആളുകളെയാണ് ബാധിച്ചത്. ഗ്രാമങ്ങൾ വെള്ളത്തിനടിയിലായതായും ചില അണക്കെട്ടുകൾ തുറന്നുവിടാൻ കാരണമാവുകയും ചെയ്തുവെന്ന് ചൈന ഗ്ലോബൽ ടെലിവിഷൻ നെറ്റ്വർക്ക് റിപ്പോർട്ട് ചെയ്തു. ഏരിയൽ ഫുട്ടേജിൽ റെയിൽവേ പാലങ്ങൾ ഒലിച്ചുപോകുന്നതും ട്രാക്കുകൾ ഒഴുകി നടക്കുന്നതും യുനെസ്കോ ലിസ്റ്റ് ചെയ്ത പുരാതന നഗരമായ പിങ്യോവോയ്ക്ക് ചുറ്റുമുള്ള ഒരു പുരാതന മതിലിന്റെ ഭാഗങ്ങൾ തകർന്നതും കാണിക്കുന്നു. കഴിഞ്ഞ ചൊവ്വാഴ്ച ഉണ്ടായ ഉരുൾപൊട്ടലിൽ 4 പോലീസ് ഉദ്യോഗസ്ഥർ മരിച്ചതായി ഗ്ലോബൽ ടൈംസ് കഴിഞ്ഞ ആഴ്ച റിപ്പോർട്ട് ചെയ്തിരുന്നു. നിർത്തിവെച്ച 400-ലധികം ഖനികളിൽ 60 എണ്ണം കൽക്കരി ഉൽപ്പാദിപ്പിക്കുന്നവയാണ്. സംസ്ഥാന മാധ്യമങ്ങൾ പറയുന്നതനുസരിച്ച് 59 ദേശീയ കാലാവസ്ഥാ സ്റ്റേഷനുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഉയർന്ന പ്രതിദിന മഴ രേഖപ്പെടുത്തി. ഫെൻ നദി 4 വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിലയിലെത്തിയെന്നും അവർ പറയുന്നു. പ്രവിശ്യയിലുടനീളം കഴിഞ്ഞ ആഴ്ച നിരവധി ദിവസങ്ങളായി പേമാരിയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. 18 കൗണ്ടികളിൽ 200 മില്ലിമീറ്ററിലധികം മഴ രേഖപ്പെടുത്തി. ചില പ്രദേശങ്ങളിൽ 285.2 മില്ലിമീറ്റർ മഴയാണ് രേഖപ്പെടുത്തിയത്. ഷാൻസിയുടെ തലസ്ഥാനമായ ടൈയുവാനിൽ 185 മില്ലിമീറ്റർ മഴ രേഖപ്പെടുത്തി. കൂടുതൽ മഴയും തണുത്ത കാലാവസ്ഥയും പ്രതീക്ഷിച്ചിരുന്നതാണെന്ന് സംസ്ഥാന വാർത്താ ഏജൻസി സിൻഹുവ ഞായറാഴ്ച പറഞ്ഞിരുന്നു. ഈ വർഷം ആദ്യം ഹെനാനെ ബാധിച്ച വിനാശകരമായ മഴയേക്കാൾ മോശമാണ് വെള്ളപ്പൊക്കത്തിന്റെ വ്യാപ്തിയെന്ന് ദുരന്ത വിവര സേവന കേന്ദ്രം മേധാവി ഹാവോനാൻ വാർത്താ ഏജൻസിയോട് പറഞ്ഞു. പക്ഷേ ആഘാതം അത്ര മോശമായിരുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു.